ഡിസ്കസിങ് അബൌട്ട് നെമറ്റോഡ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെമറ്റ് ഹെൽമിന്തസ് എന്ന് പറഞ്ഞ ഫൈലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാരസൈറ്റുകളാണ് നെമറ്റോഡ്സ് എന്ന് പറയുന്നത്. സോ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് എ മേജർ ഗ്രൂപ്പ് ഓഫ് പാരസൈറ്റിക് ഹെൽമിൻ പാരസൈറ്റിംഗ് ദി GI ട്രാക്ട്, ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്റ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓർഗൻസിൽ അവർ റിസൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി അവർ റൗണ്ട് വോംസ് എന്ന് പറഞ്ഞത്, ഞാൻ ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് ഞാൻ പറഞ്ഞത് മറ്റേ ഇങ്ങനെയായിരിക്കും ആ വോംസിൻ്റെ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും വിത്ത് ടേപ്പറിങ് എൻസ് ഇങ്ങനെ ടേപ്പറിങ് ആയിരിക്കും. അപ്പം റൗണ്ട് വോംസ് എന്നാണ് അവരെ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഗ്രീക്ക് വേർഡ് നേമ, അത് എൻ്റെ മീനിങ് ചെയ്യുന്നത് ത്രെഡ് എന്നാണ്. അപ്പോൾ ത്രെഡ് എന്ന് വെച്ചാൽ ചെറിയതായിട്ടുള്ള എന്നാൽ സിലിണ്ടറിക്കൽ, ഈ സർക്കുലർ ക്രോസ് സെക്ഷനുള്ള സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വോംസ്. അവർ ലാർജും ആകാം, ഒരു സ്മോൾ ആകാം, വിത്ത് ബോത്ത് എൻഡ്സ് യൂഷ്വലി പോയിന്റഡ് അല്ലെങ്കിൽ ടേപ്പറിങ് എൻഡ്സ് ഉണ്ട്. മറ്റേ സെസ്റ്റോഡൊക്കെ വരുമ്പം അത്ര പോയിന്റഡ് എൻഡ്സ് അല്ല വരുന്നത്, ജസ്റ്റ് ഒരു ബ്ലണ്ട് പാർട്ടേ വരുന്നുള്ളൂ. ബട്ട് ഇത് കറക്റ്റ് പോയിന്റഡ് ആയിട്ടുള്ള ടേപ്പറിങ്, താഴോട്ട് പോകുമ്പം എൻ്റെ വീതി കുറഞ്ഞു വന്നിട്ട് കൂർത്തിരിക്കുന്ന പോലെ തോന്നും. പിന്നെ ബോഡി ക്യാവിറ്റി ഓർ സ്യൂഡോസിലോം ഈസ് പ്രസന്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ പ്ലാറ്റി ഹെൽമിന്തസിൽ ഫ്ലാറ്റ് വോംസിന് ബോഡി ക്യാവിറ്റി ആബ്സെൻ്റ് ആണ്. ഇവിടെ ബോഡി ക്യാവിറ്റി ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് ബോഡി ക്യാവിറ്റി, കംപ്ലീറ്റ് ആയിട്ടുള്ള ബോഡി ക്യാവിറ്റി അല്ല. അതുകൊണ്ട് സ്യൂഡോസിലോം, നെമറ്റ് ഹെൽമിന്തസിൽ സ്യൂഡോസിലോമാണുള്ളത്. ബാക്കി പ്ലാറ്റി ഹെൽമിന്തസ് നമ്മൾ ലോവർ ക്ലാസ്സസിലെ സിലോമീറ്റ് ഓർഗാനിസംസ് ആണ്, പിന്നെ സിലോംസ് ആബ്സെൻ്റ് ആണ്. ഓക്കെ. ആൻഡ് അവരുടെ ബോഡി ഈസ് എക്സ്റ്റേണലി കവേർഡ് ബൈ റെസിസ്റ്റൻറ്റ് ക്യൂട്ടിക്കിൾ. മറ്റേ സെസ്റ്റോഡ്സിനെ പോലെ തന്നെ ബോഡി കവർ ചെയ്തിരിക്കുന്ന ക്യൂട്ടിക്കിൾ കൊണ്ടാണ്. ഇനി ഈ ക്യൂട്ടിക്കിൾസിന് കുറേ മോഡിഫിക്കേഷൻസ് ഉണ്ട്. ആ ക്യൂട്ടിക്കുലാർ മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഹെൽപ്സ് ഇൻ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് നെമറ്റോഡ് സ്പീഷീസ്. അപ്പം നെമറ്റോഡ്സ് സെസ്റ്റോഡ്സിൻ്റെയും ട്രമറ്റോഡ്സിനെ കാട്ടി ഡൈവേഴ്സിറ്റി കൂടുതൽ നെമറ്റോഡ്സിനാണ്. കുറേ ടൈപ്പ് ഓഫ് നെമറ്റോഡ്സ് ഉണ്ട്. അപ്പം അവരെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ക്യൂട്ടിക്കുലാർ മോഡിഫിക്കേഷൻ. അപ്പോൾ ക്യൂട്ടിക്കിൾസ് മോഡിഫൈ ചെയ്തിട്ട് പല ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സും ആയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ മെയിനായിട്ട് നെമറ്റോഡ്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ അവരുടെ റിഗാർഡിംഗ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ഓഫ് നെമറ്റോഡ്, അവരുടെ മൗത്ത് ലീഡിങ് ടു മസ്കുലർ ഫാരിങ്സ് ഫോളോഡ് ബൈ ഈസോഫാഗസ്, ഇൻറ്റസ്റ്റൈൻ ആൻഡ് ആനസ്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സെസ്റ്റോഡിൻ്റെ ഇതിനകത്ത് എലിമെൻ്ററി ട്രാക്ട് ഓർ എലിമെൻ്ററി കനാൽ ഈസ് കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ്. ഇൻ കേസ് ഓഫ് ട്രമറ്റോഡ് വന്നപ്പോൾ എന്തായിരുന്നു, എലിമെൻ്ററി ട്രാക്ട് ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. അതായത് ഫാരിങ്സ് വന്ന് ഈസോഫാഗസിൻ്റെ അവസാനം ബൈഫർക്കേറ്റ് ചെയ്തിട്ട് 2 CK ആയിട്ട് മാറി, ബട്ട് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. ഇൻറ്റസ്റ്റൈൻ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് നെമറ്റോഡ്സിൻ്റെ കേസ് വന്നപ്പം ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ട്രാക്ട് വന്നു. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ട്രാക്ട്, മൗത്തായി മസ്കുലർ ഫാരിങ്സ് വന്നു, പിന്നെ ഈസോഫാഗസ് വന്നു, ഇൻറ്റസ്റ്റൈൻ വന്നു, ഏനസ് വന്നു. സോ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഇവരിൽ പ്രസൻ്റ് ആണ്. ഇനി ഈസോഫാഗസും ഫാരിങ്സ്, ഇതിൻ്റെ തന്നെ ഈസോഫാഗസും ഫാരിങ്സും ലൈക്ക് ഫണൽ ഷേപ്ഡ്, ബൾബ് ഷേപ്ഡ്, അങ്ങനെ കുറേ ഷേപ്പ് ഓഫ് ഈസോഫാഗസും ഫാരിങ്സ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ് മേ ബി വേരിയിങ് ഷേപ്പ്. ആൻഡ് അതും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്യൂട്ടിക്കുലാർ മോഡിഫിക്കേഷൻസ് പറഞ്ഞ പോലെ തന്നെ shape of esophagus and pharynx that will also help in identification. ഈ നെമറ്റോഡ്സിനെ തിരിച്ചറിയാനുള്ള വേറൊരു സാധ്യതയാണ് ഈസോഫാഗസും ഫാരിങ്സിൻ്റെ മോർഫോളജി, അതിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് വന്നത്. പിന്നെ ഏനസ് ഈസ് നോട്ട് ടെർമിനൽ ആൻഡ് ടെയിൽ ഈസ് പ്രസന്റ്. ഇവരുടെ ഏനസ് കറക്റ്റ് ടെർമിനൽ ഏറ്റവും അറ്റത്തായിട്ടല്ല വരുന്നത്, സബ് ടെർമിനോ അല്ല അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് വരുന്നത്. ഓൾസോ ടെയിൽ ഈസ് പ്രസന്റ് ഇൻ കേസ് ഓഫ് നെമറ്റോഡ്സ്. ടെയിൽ പ്രസന്റ് ആയിട്ടുണ്ട്. ഇനി മെയിൽസിൽ ഓൾറെഡി മെയിൽസ് ഫീമെയിൽസ് എന്ന് പറയാനായി, കാരണം സെസ്റ്റോഡ്സും ട്രമറ്റോഡ്സും ഹെർമോഫ്രോഡൈറ്റ്സ് ആയിരുന്നു. അവർക്കപ്പം സെപ്പറേറ്റ് മെയിൽസ് എന്നോ ഫീമെയിൽസ് ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് ഒരു ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ഉണ്ടായിരുന്നു. ട്രമറ്റോഡ്സിൽ പറയുമ്പം എല്ലാവരും ഹെർമോഫ്രോഡൈറ്റ്സ് ആണ് എക്സെപ്റ്റ് ഷിസ്റ്റോസോംസ്. ബട്ട് ഈ നെമറ്റോഡ് വരുമ്പം സെപ്പറേറ്റ് സെക്സസ് ഉണ്ട്. അപ്പോൾ ഹെർമോഫ്രോഡൈറ്റ്സ് അല്ല, എല്ലാവരും യൂണിസെക്ഷൽ ആണ്. അപ്പോൾ മെയിൽസിൽ റെക്ടം ഓപ്പൺസ് ടു ക്ലോക്ക ഇൻ വിച്ച് ഇജാക്കുലേറ്റ് ചെയ്യുന്ന ഡക്റ്റ് ഉണ്ട് മെയിൽസിൻ്റെ കേസിൽ. അതുപോലെ സെക്സസ് ഓൾവേസ് സെപ്പറേറ്റ് ആണ്. സോ ഹെർമോഫ്രോഡൈറ്റ്സ് അല്ല. ഫീമെയിൽസ് ക്യാൻ ബി ഓവിപാരസ് ആവാം, വിച്ച് ലേ എഗ്സ് ഓർ ഓവം. വിവിപാരസ് ആവാം, ഡയറക്ട്ലി ലാർവ ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവോ വിവിപാരസ്. എന്താ കംപ്ലീറ്റ്ലി ഫുള്ളി ഫോംഡ് ലാർവ വിൽ ബി ഇൻസൈഡ് ദ എഗ് ആൻഡ് ദാറ്റ് എഗ് വിൽ ബി റിലീസിങ്. ആ എഗ് ആയിരിക്കും പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്.
റിഗാർഡിംഗ് ദ ലൈഫ് സൈക്കിൾ, ട്രെമറ്റോഡ്സിന്റെ ലൈഫ് സൈക്കിൾ വന്ന് ലൈഫ് സൈക്കിൾ ഡയറക്റ്റും ആകാം ഇൻഡയറക്റ്റും ആകാം. ചില കേസിൽ ഡയറക്റ്റും ചില കേസിൽ ഇൻഡയറക്റ്റും. അപ്പോൾ ചില കേസിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് വരുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇനി എഗ്ഗ്, എല്ലാത്തിൻ്റെയും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എഗ്ഗാണ്. ഡെഫിനറ്റ്ലി ഹോസ്റ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എഗ്ഗ് ആയിരിക്കും എല്ലാത്തിൻ്റെയും ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ. അപ്പം ആ എഗ്ഗ് പുറത്തുനിന്ന് ഹാച്ച് എന്ന് വെച്ചാൽ എഗ്ഗ് പൊട്ടി വിരിക എന്നുള്ളത്. എഗ്ഗ് ഹാച്ച് ടു ലാർവേ ആൻഡ് ദർ ആർ യൂഷ്വലി 5 ലാർവൽ സ്റ്റേജസ്. അപ്പോൾ നെമറ്റോഡ്സിന്റെ കേസിൽ 5 ലാർവൽ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും ലാർവൽ സ്റ്റേജ് നിങ്ങൾ റീകളക്ട് ചെയ്യുക. നെമറ്റോഡ്സിന്റെ കേസിൽ 5, L1, L2, L3, L4 ആൻഡ് L5 5 ലാർവൽ സ്റ്റേജ് ഉണ്ട്. എഗ്ഗ് വന്നു L1 ആയി, L2 ആയി, L3 ആയി, അങ്ങനെ L5 വരെ ഉണ്ട്. ആൻഡ് റിഗാർഡിംഗ് ട്രെമറ്റോഡ്സ്, L3 തേർഡ് സ്റ്റേജ് ഓഫ് ലാർവ ഈസ് ദി ഇൻഫെക്റ്റീവ് സ്റ്റേജ്. നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നെമറ്റോഡ്സിന്റെ actually sorry, this is not trematodes, it's nematodes. So already we have discussed trematodes and cestodes, sorry for that. ഇത് നെമറ്റോഡ്സ് ആണ്. അപ്പോൾ നെമറ്റോഡ്സിന്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് വെച്ചാൽ L3 ലാർവയാണ്. നമ്മൾ പ്രീവിയസ്ലി പഠിച്ചു സെസ്റ്റോഡ്സിന്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് വെച്ചാൽ അതിന്റെ മെറ്റാസെസ്റ്റോഡ് സ്റ്റേജ് ഓർ ബ്ലാഡർ വോംസ് ആണ്. ട്രെമറ്റോഡിന്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് വെച്ചാൽ മെറ്റാസെർക്കേറിയാണ്. എക്സെപ്ഷൻ വരുന്നത് ഷിസ്റ്റോസോമ, അതിന്റെ ഇത് സെർക്കേറിയാണ്. ദെൻ ദ ലാസ്റ്റ് സ്റ്റേജ് L5 ആണ്. ഫൈനലി ഡെവലപ്സ് ഇൻറ്റു അഡൽട്ട് വോം ആയിട്ട് മാറുന്ന L5 ആണ്. പക്ഷേ L3 ആകുമ്പോഴാണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ്. L3 ആകുമ്പോൾ ഡെഫിനിറ്റ് ഹോസ്റ്റിന്റെ അകത്ത് കയറും. ബാക്കിയുള്ള മോഡിഫിക്കേഷൻ L3 നിന്ന് L4 ആണ്, L4 നിന്ന് L5 ആണെന്നൊക്കെ അവിടെ ആ ഹോസ്റ്റിന്റെ അകത്ത് വെച്ച് തന്നെ ആയിരിക്കും. അതുകൊണ്ട് L3 ആണ് ഇവിടെ നെമറ്റോഡ്സിന്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഓരോ ലാർവൽ സ്റ്റേജും, ഈച്ച് ലാർവൽ സ്റ്റേജ് ഷെഡ് ഇറ്റ്സ് ക്യൂട്ടിക്കിൾ ആൻഡ് ഡെവലപ്സ് ഇൻറ്റു നെക്സ്റ്റ് ലാർവൽ ഫോം. അപ്പോൾ ഓരോ ലാർവൽ സ്റ്റേജും കഴിയുമ്പം അതിൻ്റെ ക്യൂട്ടിക്കിൾ, അതിൻ്റെ ഔട്ടർ കവറിങ് ഷെഡ് ചെയ്തിട്ട് അടുത്ത ഫോം ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മുടെ പാമ്പൊക്കെ പട ഉരിയുന്ന പോലെ. അപ്പോൾ ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് മോൾട്ടിങ്. സോ ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് നെമറ്റോഡ്സ് നമ്മൾ പഠിക്കുന്നതിൽ ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ്, ഞാൻ പറഞ്ഞു കുറേ ഡൈവേഴ്സിറ്റി കൂടുതലുള്ള ഒരു വിഭാഗമാണ് നെമറ്റോഡ്സ് എന്ന് പറയുന്നത്. സോ മെയിൻലി അസ്കാരിഡ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് നെമറ്റോഡാണ്. അവർ കുറച്ചും കൂടെ വലുതായിട്ടുള്ള, നമ്മൾ നെമറ്റോഡ് പഠിക്കുന്നതിൽ ഏറ്റവും ബിക്കോസ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന വേംസ് അല്ല. സോ ദേ ആർ ലാർജ് സ്റ്റൗട്ട് വേംസ്, നല്ല തടിച്ച നല്ല വലുതായിട്ടുള്ള വേംസ് ആണ്. ഇതിന് പറഞ്ഞ പോലെ തന്നെ കുറേ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് അസ്കാരിഡ്സ് സംബന്ധിച്ച് ലിപ്സ് ഉണ്ട്, 3 വെൽ ഡെവലപ്ഡ്, അതുപോലെ നമ്പർ 3 വെൽ ഡെവലപ്ഡ് ലിപ്സ് ഉണ്ട്. ഇതൊക്കെ ഓരോ സ്ട്രക്ചേഴ്സ് ആണ് അവരുടെ ഇതുള്ള. അതുപോലെ മെയിൽസിൽ ടെയിൽ റീജിയൻ ഹാവ് ക്യൂട്ടിക്കൽ എക്സ്പാൻഷൻ, അതായത് ക്യൂട്ടിക്കൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്യൂട്ടിക്കുലർ മോഡിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്പീഷീസിനും ക്യൂട്ടിക്കിൾസ് മോഡിഫൈ ചെയ്ത് ഏതെങ്കിലും ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയാണ് കോഡൽ അലയുണ്ട്, അതുപോലെ ക്രേനിയൽ അല, മെയിലുള്ള സെർവിക്കൽ അലയെന്ന് പറയും. മെയിൽ പാരസൈറ്റിൻ്റെ ബോഡിയിൽ, അതായത് ഇതിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ അലയുണ്ട് ഇങ്ങനെ ഉള്ള. ഇത് ക്യൂട്ടിക്കിൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കുകയാണ് വിഷറി പോലെ. സോ ദിസ് ഈസ് അലെ. അത് മേലിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ ആൻറ്റീരിയർ പാർട്ടിൽ ഉണ്ടായാൽ സെർവിക്കൽ അല എന്ന് പറയും. ഇനി ബാക്കിലാണെങ്കിൽ കോഡൽ അല എന്ന് പറയും. കോഡൽ അടുത്ത് നമ്മൾ അനാറ്റമിക്കൽ ടേം, നമ്മൾ ഓൾറെഡി ആൻറ്റീരിയർ പോസ്റ്റീരിയർ പറഞ്ഞു, വെൻട്രൽ ഡോർസൽ പറഞ്ഞു. അതുപോലെ അനാറ്റമിക്കൽ ടേം ആണ് ക്രേനിയലും ആൻഡ് കോഡൽ. ഇതും അത് തന്നെ, ഫ്രണ്ടിൽ ബാക്കിൽ തലയുടെ അടുത്തുള്ളത് ക്രേനിയൽ, ബിക്കോസ് ക്രേനിയം എന്ന വേർഡിന്റെ മീനിങ് സ്കൾ എന്നാണ്. അപ്പോൾ തലയുടെ അടുത്ത് അല്ലെങ്കിൽ ആൻറ്റീരിയർ പോർഷനുള്ള ക്രേനിയൽ, ലാസ്റ്റ് കോഡൽ മീൻസ് ടെയിലിൻ്റെ അടുത്തുള്ളതാണ് കോഡ. അപ്പോൾ കോഡൽ പോർഷൻ എന്നുള്ള ടെയിലിൻ്റെ അടുത്തുള്ള, അപ്പോൾ ടെയിലിൻ്റെ അടുത്തുള്ള ക്യൂട്ടിക്കൽ മോഡിഫിക്കേഷൻ ആണ് കോഡൽ അലെ എന്ന് പറയുന്നത്. സെർവിക്കൽ, അതായത് ക്രേനിയത്തിൻ്റെ ഹെഡിൻ്റെ അടുത്തുള്ള ആൻറ്റീരിയർ പോർഷനിൽ കാണുന്ന അലയാണ് സെർവിക്കൽ അല എന്ന് പറയുന്നത്. പിന്നെ പാപ്പിലയുണ്ട്. പിന്നെ ലൈഫ് സൈക്കിൾ, ആസ് ഐ സെഡ്, ലൈഫ് സൈക്കിൾ ഡയറക്റ്റ് ആണ്, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഒന്നുമില്ല അസ്കാരിഡ്സിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അസ്കാരിഡ്സിന് ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ബാക്കി ജനറൽ ലൈഫ് സൈക്കിൾ ഓഫ് നെമറ്റോഡ്സിൽ ഹോസ്റ്റ് ഇൻഫെക്ഷൻ കിട്ടുന്നത് L3 എഗ് കണ്ടെയ്നിങ് L3 ഇൻജസ്റ്റ് ചെയ്യുന്നുണ്ടാണ്. L3 തേർഡ് സ്റ്റേജ് ഓഫ് ലാർവ ഇൻജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അസ്കാരിഡ്സ് എക്സെപ്ഷൻ ആണ്. അസ്കാരിഡ്സിന്റെ കേസിൽ എഗ് കണ്ടെയ്നിങ് L2 സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലാർവ കണ്ടെയ്ൻ ചെയ്യുന്ന എഗ് ഇൻജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഡെഫിനറ്റീവ് ഹോസ്റ്റിന് അസ്കാരിഡ്സ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസ്കാരിഡ് സ്പീഷീസ് ആണ് ടോക്സോകേറ ക്യാനിസ്, നമ്മുടെ ഡോഗ്സിൽ കാണുന്ന ടോക്സോകേറ ക്യാറ്റ്സിൽ കാണും. പിന്നെ അസ്കാരിസ്യം, ഇറ്റ് ഈസ് ദി റൗണ്ട് വോം ഓഫ് അസ്കാരിഡ് വോം ഓഫ് പിഗ് സ്യം.
ആൻഡ് അസ്കാരിഡിയ ഗാലയാണ് പോൾട്രി റൗണ്ട് വോം എന്ന് പറയുന്നത്. പോൾട്രിയുടെ ഇത് കണ്ടോ, ഇത് വലിയ അത്യാവശ്യം നന്നായിട്ട് കാണാം. പോൾട്രി പോസ്റ്റ്മോർട്ടത്തിന് ഇൻഡസ്ട്രീൻ്റെ പാർട്ടാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഇൻഡസ്ട്രീൻ ഓപ്പൺ ആയി കിട്ടിയാണ് വലിയ വോംസ്. പോൾട്രിയുടെ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് വോംസ് ആണ്, നെമറ്റോഡ്സ് ആണ് Ascaridia gale, then Ascaris lumbricoids. Ascaris lumbricoids is the round worm or ascarid worm of human being. Human beings in the round worm ആണ്, അല്ലെങ്കിൽ ascarid worm ആണ് Ascaris lumbricoids എന്ന് പറയുന്നത്. ഓക്കെ, then Strongyloids. അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് നെമറ്റോഡ്സ് ആണ് സ്ട്രോങ്കൈലോയിഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോന്നിനും എല്ലാത്തിനും ഓരോ ക്യാരക്ടേഴ്സ് പഠിക്കാനായിട്ടുള്ള ഒരു ഇതില്ല. അപ്പോൾ നമുക്ക് ഓരോന്നിനും ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ഷേപ്പോ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ഓർഗൻസോ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും അപ്പിയറൻസ് മോർഫോളജി അങ്ങനെ വരുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ആക്ച്വലി റിഗാർഡിങ് സ്ട്രോങ്കൈലോയിഡ്സ് അവർക്ക് അവരുടെ ലാർവ ഈസോഫാഗസ് റാബിറ്റിഫോം ഈസോഫാഗസ് ആണ്. അതൊരു പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചർ ഉള്ള ഈസോഫാഗസ് ആണ്. അതായത് ഒരു ക്ലബ് ഷേപ്ഡ് ആൻറ്റീരിയർ പോർഷൻ. ക്ലബ് ഷേപ്ഡ് ആൻറ്റീരിയർ പോർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആദ്യം ബ്രോഡായിട്ടുള്ള എൻഡ് വന്നിട്ട് പിന്നെ ടേപ്പറിങ് ആയിട്ടുള്ള ഇങ്ങനെ വരുന്നത്, ഇതാണ് ഒരു ക്ലബ് ഷേപ്പ് കൊണ്ട് വരുന്നത്. അപ്പോൾ ക്ലബ് ഷേപ്പുള്ള ആൻറ്റീരിയർ പോർഷൻ, മുകളിലെ പോർഷൻ ക്ലബ് ഷേപ്പും പിന്നെ ഒരു ഷോർട്ട് നെക്ക് വന്നിട്ട് ടെർമിനേറ്റഡ് ബൈ എ പോസ്റ്റീരിയർ ബൾബ്. ഒരു ഷോർട്ട് നെക്ക് വന്നിട്ട് പിന്നെ ഒരു പോസ്റ്റീരിയർ ബൾബ് വെച്ചിട്ടാണ് അവരുടെ ഈസോഫാഗസ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റാബിറ്റിഫോം ഫാരിസ് എന്ന് വെച്ചാൽ, അതായത് ഇങ്ങനെ വന്നു. ഇത് വലിയ ക്ലിയർ അല്ല, ഇവിടെ പോസ്റ്റീരിയർ ബൾബ് വെച്ച് ടെർമിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാരിക്സിനാണ് റാബിറ്റിഫോം ഫാരിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് സ്ട്രോങ്കൈലോയിഡ്സിന് ഫീമെയിൽസ് ഓവോ വിവിപാരസ് ആണ്. ഓക്കെ, അതാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. വിവിപാരസ് ആവാം, ഓവിപാരസ് ആവാം, അല്ലെങ്കിൽ ഓവോ വിവിപാരസ് ആവാം. സ്ട്രോങ്കൈലോയിഡിൻ്റെ കേസിൽ ഫീമെയിൽസ് ഓവോ വിവിപാരസ് ആണ്. ഓക്കെ, ഇനി എക്സിനെ പറ്റി ആക്ച്വലി എല്ലാത്തിൻ്റെ എക്സിനെ പറ്റി പറയുന്നുണ്ട്, എന്നാലും അതിനകത്ത് തന്നെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്നതാണ് നല്ലത്. ഇത് എക്സ് സ്മോൾ ആണ്, തിൻ ഷെൽഡ് ആണ്, ഫുള്ളി ഡെവലപ്ഡ് ലാർവ അകത്തായിട്ട് ഉണ്ടായിരിക്കാം. ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ലൈഫ് സൈക്കിൾ ഡയറക്റ്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്ട്രോങ്കൈലോയിഡസ് പാപ്പിലോസിസ്. ഇനി അടുത്ത ഒരു സെറ്റ് ഓഫ് നെമറ്റോഡ്സ് ആണ് സ്ട്രോങ്കൈൽസ് എന്ന് പറയുന്നത്. സ്ട്രോങ്കൈൽസ് അവർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ബക്കൽ ക്യാപ്സ്യൂൾസ് ഉണ്ട്. ബക്കൽ ക്യാപ്സ്യൂള്, ബക്കൽ മീൻസ് സംതിങ് എന്താ ബക്കൽ ക്യാവിറ്റി എന്ന് വെച്ചാൽ മൗത്തിൻ്റെ ക്യാവിറ്റിയാണ് ബക്കൽ. അപ്പോൾ ബക്കൽ ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ ആ ആൻറ്റീരിയർ പാർട്ടിലെ മൗത്തിലുള്ള ഒരു പാർട്ടാണ്. അതിനകത്ത് എന്തുണ്ട്, വിത്ത് ടീത്ത് ഓർ കട്ടിങ് പ്ലേറ്റ്സ്, ടീത്ത് അല്ലെങ്കിൽ കട്ടിങ് പ്ലേറ്റ് ഉണ്ട്. സോ അവർ മെയിനായിട്ട് ബ്ലഡ് സക്കേഴ്സ് ആണ്, ബ്ലഡ് ഫീഡ് ചെയ്യും. ഒരു ഇപ്പോൾ ഹോസ്റ്റിനകത്ത് കയറിയിട്ട് ബ്ലഡ് ഫീഡ് ചെയ്യുന്ന ആൾക്കാരാണ് സ്ട്രോങ്കൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരെ നമ്മളല്ലാതെ ബ്ലഡ് സക്കേഴ്സ് ആകുമ്പോൾ അവരിങ്ങനെ ഹൂക്ക് വോംസ് എന്നും പറയാറുണ്ട്. അവരെ ക്യാരക്ടറിസ്റ്റിക്കലി ഹൂക്ക് വോംസ് എന്ന് പറയാറുണ്ട്. അതായത് അതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഹൂക്ക് പോലെ അറ്റാച്ച് ചെയ്ത് ഇരുന്നിട്ട് അതിനകത്തുനിന്ന് ബ്ലഡ് സക്ക് ചെയ്യും. സോ ദേ ആർ ബ്ലഡ് സക്കേഴ്സ് ആൻഡ് ജനറലി ടേംഡ് ആസ് അവർ ബ്ലഡ് സക്കേഴ്സ് ആണ്. അവരെ ജനറലി ഹൂക്ക് വോംസ് എന്ന് പറയാം. ഇനി അടുത്തൊരു സ്ട്രക്ചറാണ് ലീഫ് ക്രൗൺസ് അല്ലെങ്കിൽ കൊറോണ റേഡിയേറ്റർ. ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രക്ചേഴ്സ് ആണ് ഫോർ സ്ട്രോങ്കൈൽസ്. അവർ കാണുന്നത് ഈ ആൻറ്റീരിയർ എൻഡിലാണ്, ക്രേനിയൽ എൻഡിലാണ് ഈ പറയുന്ന ലീഫ് ക്രൗൺസും കൊറോണ റേഡിയേറ്റർ ഒക്കെ കാണുന്നത്. ഓൾസോ അടുത്ത ഒരു ക്യൂട്ടിക്കുലാർ മോഡിഫിക്കേഷനായിട്ട് മെയിൽസിൽ കാണുന്ന ഹൈൻഡ് എൻഡ് ഓഫ് മെയിൽസിൻ്റെ ഏറ്റവും ഹൈൻഡ് എൻഡിലായിട്ട് കാണുന്ന ഇതാണ് ക്യൂട്ടിക്കുലാർ ബർസ എന്ന് പറയുന്നത്. ക്യൂട്ടിക്കുലാർ ബർസ എല്ലാ സ്ട്രോങ്കൈൽസിൻ്റെ ക്യാരക്ടർ അല്ല, മെയിൽ സ്ട്രോങ്കൈൽസിൻ്റെ ക്യാരക്ടറാണ്. മെയിൽ സ്ട്രോങ്കൈൽസിൽ കാണുന്നതാണ് ക്യൂട്ടിക്കുലാർ ബർസ എന്ന് പറയുന്നത്. മെയിൽ സ്ട്രോങ്കൈൽസിൻ്റെ ഹൈൻഡ് എൻഡിൽ കാണുന്നതാണ് ക്യൂട്ടിക്കുലാർ ബർസ എന്ന് പറയുന്നത്. ഇവരുടെ ഫീമെയിൽസ് ഓവിപാരസ് ആണ്. എക്സ് മീഡിയം സൈസ്ഡ് ഓവൻ ഇൻ ഷേപ്പ്, തിൻ ഷെൽഡ് വിത്ത് സെഗ്മെന്റഡ് എംബ്രിയോ. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സോ മെനി എക്സാമ്പിൾസ് ആർ ദെയർ. ഡോഗ് ഹൂക്ക് വോം. അപ്പോൾ ഹൂക്ക് വോംസ് എല്ലാം അത് ബ്ലഡ് സക്കേഴ്സ് എല്ലാം സ്ട്രോങ്കൈൽസിലാണ് വരുന്നത്. ആംഗലോസ്റ്റോമ കാനിനം ഡോഗിൻ്റെ ഹൂക്ക് വോം ആണ്. ബ്യൂണോസ്റ്റോമ ഫ്ലിബോട്ടോം ക്യാറ്റിൽ ഹൂക്ക് വോം ആണ്. ആംഗലോസ്റ്റോമ ഡിയോഡിനൻ ഹ്യൂമൻ ഹൂക്ക് വോം ആണ്. ഹിമോങ്കസ് കൊണ്ടോട്ടസ് അത് നമ്മുടെ സ്മോൾ റുമിനൻസ് അല്ല റുമിനൻസ് കാണുന്ന സ്റ്റൊമക്കിൽ അബോമാസ് സ്റ്റൊമക്കിൽ തന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടു. നിങ്ങൾ ഇനി ക്യാറ്റിൻ്റെയൊക്കെ അനാട്ടമിയും പഠിക്കേണ്ടി വരും, അതിൻ്റെ ചെറിയ മോർഫോളജിയൊക്കെ. അപ്പോൾ നിങ്ങൾ പഠിക്കും ക്യാറ്റിൻ്റെ ആ സ്റ്റൊമക്കിന് 4 ചേമ്പേഴ്സ് ഉണ്ട്, ഒമാസം, അബോമാസം, റൂമൻ ആൻഡ് റെട്ടിക്കുലം. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ട്രൂ സ്റ്റൊമക്, അതിനകത്ത് തന്നെ 4 സ്റ്റൊമക്കിൽ ട്രൂ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് അബോമാസാണ്. അപ്പോൾ അതാണ് സ്റ്റൊമക്കിലെ അബോമാസൽ ഫോം ഓഫ് റുമിനൻസ് എന്ന് പറയുന്നത് ഹിമോങ്കർ കൊണ്ടോട്ടസ് ആണ്. ഓൾസോ ഹോഴ്സസ്
കുതിരകളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രോങ്കൈലസ് വൾഗാരിസ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ്കൈലുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആൻറ്റീരിയർ മീസെൻട്രിക് ആർട്ടറിയിലൊക്കെ കയറിയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, അപ്പം നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ക്യാറ്റിലാണ്. പശുവും എരുമയും പോത്തും അതുപോലെ തന്നെ പോൾട്രിയാണ്. അപ്പോൾ കുറച്ചും കൂടെ പാരസൈറ്റ്സിൻ്റെ പേരും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റ് പഠിക്കുമ്പം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇതിൽ കുറച്ചും കൂടെ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ട് വരും. അടുത്ത സ്പൈറൂറിഡ്സ്. ഇത് ഒരു വേറെ ഗ്രൂപ്പ് ഓഫ് നെമറ്റോഡ്സ് ആണ് വിത്ത് ലാറ്ററലി പ്ലേസ്ഡ്. നേരത്തെ ലിപ്സിൻ്റെ കാര്യം പറഞ്ഞില്ല, ലാറ്ററലി പ്ലേസ്ഡ് ആയിട്ടുള്ള ലിപ്സ് ഉള്ള ഗ്രൂപ്പ് ഓഫ് നെമറ്റോഡ്സ് ആണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് സ്പൈറൂറിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് അതിൻ്റെ ഈസോഫാഗസ് ആണ്. ഈസോഫാഗസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈസോഫാഗസ് ആൻറ്റീരിയർ മസ്കുലർ പാർട്ടും പോസ്റ്റീരിയർ ഗ്ലാൻഡുലാർ പാർട്ടും. അതായത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം മസിൽസ് കൂടുതൽ മസിൽസിൻ്റെ പ്രസൻസ് ആണ് കൂടുതലുള്ളത്. താഴെയാണ് ഗ്ലാൻസ്. ഈസോഫാഗസിൽ ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ താഴെ സെക്കൻഡ് ഹാഫിലാണ് അതിൻ്റെ ഗ്ലാൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈസോഫാഗസ് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഗ്ലാൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മൊത്തത്തിലുണ്ടാവും, അല്ലെങ്കിൽ ഇല്ലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഈസോഫാഗസ് രണ്ട് പോർഷനായിട്ട് തിരിച്ചു. ആൻറ്റീരിയർ ആദ്യം ഒരു മസ്കുലർ പോർഷനും പിന്നെ പോസ്റ്റീരിയറായിട്ടാണ് ഗ്ലാൻഡുലർ പാർട്ട് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫീമെയിൽസ് ഓവോവിവിപാരസ് ആണ്. ഓക്കെ, എഗ്ഗ് സ്മോൾ ആണ്, ഓവൽ ഇൻ ഷേപ്പ്, തിക് ഷെൽഡ് ആണ്, ഫുള്ളി എംബ്രിയോട്ട് എഗ്ഗ് ഉണ്ടാവിനകത്ത്. എക്സാമ്പിളായിട്ട് പറയുന്നത് സ്പൈറോസെർക്ക ലുപ്പിയാണ്. ഇനി അടുത്ത വേമാണ് ഫൈലേരിഡ്സ്. ഫൈലേരിഡ്സ് ഇതിൻ്റെ ലാർവയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഫൈലേരിഡ്സിൻ്റെ ലാർവയാണ് നമ്മൾ മൈക്രോ ഫൈലേരിയ എന്ന് പറയുന്നത്. നമ്മുടെ പാരസൈറ്റോളജിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇതാണ്, പാരസൈറ്റ്സ് ആണ് മൈക്രോ ഫൈലേരിയ എന്ന് പറയുന്നത്. അതായത് ഫൈലേരിഡ്സിൻ്റെ ലാർവൽ ഫോമിനാണ് മൈക്രോ ഫൈലേരിയ എന്ന് പറയുന്നത്. അത് മെയിൻലി ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിലാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതിന് ഷുവർലി ഇൻഡയറക്റ്റ് ലൈഫ് സൈക്കിൾ. ഇൻഡയറക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് വെച്ചാൽ അതിനകത്ത് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇൻവോൾവ് ആണ്. അപ്പോൾ ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ് ഫീഡ് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാരായിരിക്കും ഇതിൻ്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയും. ഫീമെയിൽസ് ഓവോ വിവിപാരസ് ആണ്, അല്ലെങ്കിൽ വിവിപാരസ് ആയ. അപ്പോൾ ലൈഫ് സൈക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സൈക്കിൾ ഈസ് ഇൻഡയറക്റ്റ് ആൻഡ് ഇൻവോൾവ്സ് മോസ്കിറ്റോസ് ആസ് വെക്ടേഴ്സ്. അപ്പം വെക്ടേഴ്സ് ആയിട്ടുള്ള വാഹകരായിട്ട് വരുന്ന ആരാണ്? മോസ്കിറ്റോസ് ആണ്. അപ്പോൾ കൊതുകടി മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണ്, കൊതുകടി മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേരിയാസിസ്, അല്ലെങ്കിൽ ഫൈലേരിയസ് ഉണ്ടാകുന്നതുകൊണ്ട് ഫൈലേരിയാസിസ് എന്ന് പറയും. ഫൈലേരിയാസിസ് അല്ലെങ്കിൽ വേറെ പേരാണ് എലിഫന്റിയാസിസ്. ഓക്കെ, എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേരിയാസിസ് എന്ന് പറയും. കണ്ടോ, ഇത് നമ്മൾ മലയാളത്തിൽ മന്ത് എന്ന് പറയും. അപ്പോൾ മോസ്കിറ്റോസ് തന്നെ ക്യാരക്ടറിസ്റ്റിക്കലി ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെടുന്ന മോസ്കിറ്റോസ് ഇതിനെ ഈ ഫൈലേരിയൽ വേംസിൻ്റെ, അതായത് മെയിൻലി ബുച്ചറേരിയ ബാൻക്രോഫ്റ്റി, ഇതാണ് മന്തിന് കാരണമായിട്ടുള്ള പാരസൈറ്റ്. ബുച്ചറേരിയ ബാൻക്രോഫ്റ്റി എന്ന് പറയുന്ന ഫൈലേരിഡിൻ്റെ മൈക്രോ ഫൈലേരിയ കാരണമാണ് നമുക്ക് മന്ത് വരുന്നത്. അതിനെ വഹിച്ചുകൊണ്ട് പോകുന്നത് ക്യൂലെക്സ് മോസ്കിറ്റോസ് ആണ്. അപ്പോൾ ക്യൂലെക്സ് മോസ്കിറ്റോസ് വന്ന് ബൈറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഈ ബുച്ചറേരിയ ബാൻക്രോഫ്റ്റിയുടെ മൈക്രോ ഫൈലേരിയ നമ്മുടെ ലിംഫിലും ഇതിലൂടെയൊക്കെ ചെന്നിട്ട് അങ്ങനെയാണ് ഡിസീസ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈലേരിഡ് എന്ന് പറഞ്ഞാൽ ഫൈലേരിഡ് ഓഫ് ഡോഗ്, ഡൈറോഫൈലേരിയ ഇമ്മൈറ്റിസ്. ഇത് ഡോഗിൻ്റെ ഹാർട്ട് വോം എന്ന് പറയാം, ഹാർട്ട് വോം ഓഫ് ഡോഗ്. ഇത് ഡോഗിൻ്റെ ഒക്കെ ഡിസെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് വെച്ച് അഫക്റ്റഡ് ആയിട്ടുള്ള ഡോഗ് ആണെങ്കിൽ അതിൻ്റെ ഹാർട്ടിൽ തന്നെ റൈറ്റ് വെൻട്രിക്കിളിലോ അല്ലെങ്കിൽ പൾമണറി ആർട്ടറിയിലൊക്കെ ലോഡ്ജിലായിട്ട് ഈ വേം ഇരിക്കും. ഓക്കെ, ഡൈറോഫൈലേറിയ ഇമ്മൈറ്റിസ്. അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് നെമറ്റോഡാണ് ട്രൈച്ചൂറിഡ്സ് എന്ന് പറയുന്നത്. ട്രൈച്ചൂറിഡ്സ് അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് നെമറ്റോഡ്സ് ആണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. വിപ്പ് വേംസ് എന്നാണ്. വിപ്പ് വേംസ്. വിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ചാട്ടവാറിൻ്റെ ഇംഗ്ലീഷ് ടൈമാണ് വിപ്പ് വേം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടർ ഷേപ്പ് വെച്ചിട്ടുണ്ട്. അതായത് പോസ്റ്റീരിയർ എൻഡ് അതിൻ്റെ അറ്റം വെരി തിക്ക് ആയിരിക്കും, ആൻറ്റീരിയർ എൻഡ് ഭയങ്കര തിന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാട്ടവാറിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ വിപ്പ് വേംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ മെയിൽസിന് സ്പൈക്യൂൾ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ബോഡി പാർട്സ് ആണ്. അത് മെയിൽസിന് സിംഗിൾ സ്പൈക്യൂളേ ഉള്ളൂ. ഇനി ആക്ച്വലി നെമറ്റോഡ്സ് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഈ സ്പൈക്യൂളിന്റെ നമ്പർ വെച്ച് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്പൈക്യൂൾ മെയിൻലി 2 സ്പൈക്യൂൾസ് ആണ് നെമറ്റോഡ്സിൽ വരുന്നത്. മെയിൻലി 2 സ്പൈക്യൂൾസ് ആണ് വരുന്നത് നെമറ്റോഡ്സിൽ. ഇതിനകത്ത് എക്സെപ്ഷൻ ആണ് ട്രൈക്യൂറിഡ്സ്, സിംഗിൾ സ്പൈക്യൂൾ ഉണ്ട്. ഇനി സ്പൈക്യൂൾസ് ഇല്ലാത്ത നെമറ്റോഡ്സും ഉണ്ട്. ഓക്കെ,
പിന്നെ എഗ്ഗിന്റെ ക്യാരക്ടറിസ്റ്റിക്, ഈ ട്രൈച്ചൂറിന്റെ എഗ്ഗ് കാണാൻ നല്ല രസമാണ്. ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് ഉള്ള എഗ്ഗാണ്. എഗ് ആർ ബാരൽ ഷേപ്പ്ഡ് എഗ്ഗാണ്. നമ്മുടെ വീപ്പകളില്ലേ, നമ്മൾ ഓരോ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വീപ്പ, അപ്പൊ ആ ഒരു വീപ്പയുടെ ഷേപ്പാണ് ബാരൽ ഷേപ്പ്ഡ്. അപ്പൊ ഇതൊക്കെ വേണം ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഐഡന്റിഫിക്കേഷന് ചോദിക്കാം. അപ്പൊ എക്സ് എങ്ങനത്തെ എക്സ് ആണ്? ബാരൽ ഷേപ്പ്ഡ് ആണ്, വീപ്പ പോലെയാണ്. അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് പ്ലെക്സ് അറ്റ് ബോത്ത് എൻഡ്സ്. കണ്ടോ, ഈ രണ്ട് എൻഡ്സിലുമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രണ്ട് പ്ലെക്സ് ഉണ്ട് വിത്ത് ബ്രൗണിഷ് കളർ ഉണ്ട്. അതുപോലെ തന്നെ എംബ്രിയോണേറ്റഡ് ഇതല്ല, സെഗ്മെന്റഡ് എംബ്രിയോ അല്ല. ഇപ്പൊ നിങ്ങൾ ഒരു ക്യാരക്ടറിസ്റ്റിക് പാരസൈറ്റിക് എഗ് എടുത്തു കഴിഞ്ഞാൽ എയ്തർ ഇറ്റ് ക്യാൻ ബി സെഗ്മെന്റഡ്, ഓരോ സെഗ്മെന്റഡ് ആയിട്ട് എംബ്രിയോ ഇരിക്കാം, അല്ലെങ്കിൽ എംബ്രിയോ കാണാൻ പറ്റും ബട്ട് അൺസെഗ്മെന്റഡ് ആയിരിക്കും. ഓക്കെ, ഒരു ജനറൽ ഓർഡർ ഒന്നും കാണത്തില്ല. ദിസ് ഈസ് സെഗ്മെന്റഡ് ആൻഡ് ദിസ് ഈസ് അൺസെഗ്മെന്റഡ്. ഇതിപ്പോഴത്തെ പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ഓർഡർ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള എംബ്രിയോ ആണ് കാണുന്നത്. അപ്പം ട്രൈച്ചൂറിസ് അല്ലെങ്കിൽ വിപ്പ് വോംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഷേപ്പ്, ക്യാരക്ടർ ഷേപ്പ് ഓഫ് എഗ് അത് ഇമ്പോർട്ടൻ്റ് ആണ്.